മുതലപ്പുഴയിൽ ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിക്കുകയാണ് CITU. വിവരങ്ങളുമായി ആദിൽ പാലോട് ചേരുന്നുണ്ട് തത്സമയം. ആദിൽ പാലോട്, നേരത്തെ INTUC-യുടെ ഉപരോധം കണ്ടു. ഇപ്പോൾ CITU വിഭാഗമാണോ ഈ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിക്കുന്നത്? അതെ, തീർച്ചയായും അരുൺകുമാർ. നേരത്തെ INTUC-യുടെ സമരമായിരുന്നു. INTUC-യുടെ സമരക്കാരെ അപ്പോൾ തന്നെ പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഇപ്പോൾ CITU-ന്റെ വലിയൊരു കൂട്ടം യൂണിയന്റെ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ ഇവിടേക്ക് എത്തി സമരം നടത്തുന്നതാണ് കാഴ്ച. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ തുടരാം ആദിൽ. പ്രിയപ്പെട്ട സഖാക്കളെ, നമ്മുടെ ഇന്ന് ഈ സമരം ഒരു തുടർ സമരമാണ്. ഇന്ന് നമ്മൾ ഉന്നയിച്ചിട്ടുള്ള ഈ സമരം ഇപ്പോഴും തുടരുകയാണ്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസാണ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് CITU പോകുന്നത്. ഏതായാലും നാളെ ഇത് സംബന്ധിച്ചൊരു ചർച്ച നടക്കുകയാണ് എന്നുള്ളതാണ്. ചർച്ച നാളെ നടക്കും. ഈ ചർച്ചയുടെ തീരുമാനം എന്താകുമെന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയ മുന്നോട്ടുള്ള പ്രതിഷേധം എന്നാണ് CITU അറിയിച്ചിരിക്കുന്നത്. ഏതായാലും രൂപത്തിലുള്ള പ്രതിഷേധമെന്ന് മുതലപ്പുഴ ആ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. INTUC-യുടെ നേതൃത്വത്തിലാണ് ആദ്യഘട്ടത്തിൽ സമരം നടന്നത്. ഈ ഓഫീസിലേക്ക് തന്നെയാണ്, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് തന്നെയാണ് മാർച്ച് നടത്തിയത്. ആ മാർച്ച് ഉപരോധ സമരം INTUC പ്രവർത്തകരാകട്ടെ ഇവിടെ എത്തി ഗേറ്റ് പൂട്ടുകയും റീത്ത് വെക്കുകയും ചെയ്തിരുന്നു. റീത്ത് വെച്ച് പിന്നാലെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ നടത്തുന്നത് സൂചനാ സമരമാണെന്നാണ് CITU അറിയിക്കുന്നത്. ഈ സമരം ഇപ്പോൾ തന്നെ അവസാനിക്കും. അതിനുശേഷം നാളെ നടക്കുന്ന ചർച്ച, അത് സജി ചെറിയാനുമായുള്ള ചർച്ച നടക്കും. അടിയന്തരമായി പ്രശ്നപരിഹാരം വേണം എന്നുള്ളതാണ്. 11 മണിക്കാണ് നാളെ ചർച്ച നടക്കുക. അടിയന്തരമായി പ്രശ്നപരിഹാരം വേണം എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം 25,000-ഓളം ഈ പ്രദേശത്ത് താമസിക്കുന്നവർ നേരിട്ടുമല്ലാതെ ഉപജീവനം നടത്തുന്നത് മുതലപ്പുഴ ഹാർബർ വഴിയാണ്. പക്ഷേ ആ വഴി അടഞ്ഞതോടെ, അഴിമുഖം മണൽത്തിട്ട മൂടി അടഞ്ഞതോടെ ഒരു തരത്തിലും ഉപജീവനം നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഫിഷറീസ് ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഗേറ്റ് പൂട്ടി റീത്ത് വെച്ചിരിക്കുകയാണ്. നേരത്തെ INTUC വിഭാഗം, അതേപോലെ തന്നെ ഇപ്പോൾ CITU വിഭാഗവും മുതലപ്പുഴയിലെ മണൽ നീക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്.